ഹലോ, എല്ലാവരും എന്തു പറയുന്നു? അങ്ങനെ സിഡ്നിയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ബ്ലൂ മൗണ്ടെയ്ൻസിൽ നിന്ന് ഞങ്ങൾ സിഡ്നി സിറ്റിയിലോട്ട് പോവുകയാണ്. ഡാർലിൻ ഹാർബർ കാണണം, പിന്നെ വാക്സ് മ്യൂസിയത്തിൽ പോകണം. അങ്ങനെ പല പല പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര മഴയാ. എനിവേ, ലെറ്റ്സ് സീ. സിഡ്നി നഗരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായി. എന്തുമാത്രം ഗംഭീരമായ നഗരമാണ് സിഡ്നി എന്ന് കണ്ടോ? ഞങ്ങൾ ആകാംക്ഷാഭരിതരായി ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അതും ഇതും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ വെതർ ഫോർകാസ്റ്റിൽ മഴ പറഞ്ഞെങ്കിലും തൽക്കാലം മഴ പെയ്യുന്നില്ല. എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. ഇത് കണ്ടോ, ഞങ്ങൾ ഡാർലിംഗ് ഹാർബർ എത്തി കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റി ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? സീ ലൈഫ് കാണാൻ പോയി. സോ നൈസ്. എന്ത് രസമാന്ന് നോക്കിക്കേ, അല്ലേ? ഇവിടെ നിന്ന് മാറിപ്പോകാൻ പോലും തോന്നുന്നില്ലെന്നേ. ബ്യൂട്ടിഫുൾ. ഓ, ദേ പെൻഗ്വിൻസ് നീന്തുന്നത് കണ്ടോ? എന്താലേ. പാഞ്ഞു പോകുന്ന തെരണ്ടിയെ കണ്ടോ? ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇവരെ കണ്ടപ്പോഴാണ് കേട്ടോ. ഈ സ്പീഷീസ് ലോകത്ത് 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ഡാർലിംഗ് ഹാർബറിലും മറ്റേത് ജപ്പാനിലുമാണ്. ഡോൾഫിൻ്റെ പോലുള്ള വാലുള്ള ഡ്യൂഗോങ് ഫിഷിനെ കാണാൻ ഒരു വെറൈറ്റി തന്നെയാ, അല്ലേ? ഞങ്ങൾ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരുന്നപ്പം സൈഡിൽ കൂടെ ഒരാൾ പാഞ്ഞു വരുന്നു. ഇദ്ദേഹത്തെ കണ്ടോ? ഈ അക്വേറിയത്തിനകത്ത് മനോഹരമായ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഗുഹയ്ക്കകത്തൊരു ലേക്കിനകത്ത് നമുക്ക് ബോട്ടിലൂടെ യാത്ര ചെയ്യാം. ബോട്ടിൽ ഇരിക്കുമ്പം 2 സൈഡിലുമായിട്ട് പെൻഗ്വിൻസിനെ, പല വർഗത്തിലുള്ള പെൻഗ്വിൻസിനെ കാണാം. അതിമനോഹരമായ കാഴ്ച. ബോട്ടിലൂടെയുള്ള ആ യാത്ര പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി കേട്ടോ. പെൻഗ്വിൻസിനെ കണ്ടു മതിയായില്ല. എല്ലാവർക്കും ഒരു ചാൻസ് വേണമല്ലോ. സോ ബോട്ടിന് വെളിയിൽ വരണം. സാരമില്ല, ഇനി എപ്പോഴെങ്കിലും വരാം. ഇനി പെൻഗ്വിനുകളെ കാണാൻ സാധിക്കുകയില്ലല്ലോ, ബോട്ട് യാത്ര തീർന്നു പോയല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ പുറത്തു വന്നപ്പോൾ ദാണ്ടേ വീണ്ടും പെൻഗ്വിനുകൾ. കുട്ടികൾ ഒത്തിരി ഹാപ്പിയായി. ജോച്ചുക്കുട്ടനും മെറീന മോളും കൂട്ടുകാരും എല്ലാം ഇങ്ങനെ ഈ പെൻഗ്വിൻസിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ കൈയും കൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോൾ പെൻഗ്വിൻസും തിരിച്ച് ബീക്കും കൊണ്ട് അവിടെ കൊട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സമയം ഒട്ടും കളയാനില്ല. ഇനി വാക്സ് മ്യൂസിയത്തിൽ പോകാനുണ്ട്. പെട്ടെന്ന് അക്വേറിയത്തിന് വെളിയിൽ വന്നു. അപ്പം വെളിയിലോട്ട് പോകുന്ന വഴി ഇപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ പുറത്ത് ഈ ഫിഷസ് ഒക്കെ കിടക്കുന്നത് കണ്ടു. അപ്പം അന്നേരം വലിയ ലുക്കൊന്നുമില്ല, ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത്. സീ ലൈഫിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങി. എനിക്കാണെങ്കിൽ തണുത്തിട്ടും വയ്യ. എന്നെ കണ്ടില്ലേ? വാക്സ് മ്യൂസിയത്തിലോട്ട് ഞങ്ങൾ വേഗം കയറുകയാണ്. വാക്സ് മ്യൂസിയത്തിലെ അമേസിംഗ് കാഴ്ചകളാണ്. ഇവരുടെ ഒപ്പം നിന്നും ഇരുന്നും ചെരിഞ്ഞു നിന്നും ഒക്കെ ഫോട്ടോ എടുക്കാം. ചില വേഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കിരീടവും പുറങ്കുപ്പായും ചെങ്കോലും ഒക്കെ പിടിച്ച് നിന്ന് വേണമെങ്കിൽ പിക്ചർ എടുക്കാം കേട്ടോ. എലിസബത്ത് രാജ്ഞിയുടെ കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നത് ഞാനാണ് കേട്ടോ.
ഹിന്ദി മൂവീസ് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത എൻ്റെ മെറിച്ചാൻ ഷാരൂഖ് ഖാനെ കണ്ടപ്പോൾ കാണിക്കുന്നത് കണ്ടോ. പ്രിയങ്ക ചോപ്രയ്ക്കൊപ്പം വെറുതെ ചുമ്മാ. വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. സോ തൽക്കാലം റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് പെട്ടെന്നിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങുകയായി. റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം കഴിച്ചപ്പോൾ ആശ്വാസമായി കേട്ടോ. നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ജോച്ചുക്കുട്ടൻ ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ.